എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സിഡ്നിയിൽ ജൂതന്മാർക്കെതിരെ നടന്ന മുസ്ലിം തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയ കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് പൊതു ഇടങ്ങളിൽ പർദ്ദ നിരോധിച്ചു. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഓസ്ട്രേലിയ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ തീവ്രവാദികൾ, അതായത് ബാപ്പയും മകനും ചേർന്നാണ് ഈ ബോണ്ടി ബീച്ചിൽ നടന്ന, അതായത് ഹനോക്ക സെലിബ്രേഷൻ നടത്തുന്നതിനിടയിൽ ജൂതന്മാർക്കെതിരെ 20 മിനിറ്റോളം വെടിയുതിർത്തത്. അപ്പോൾ ഇവർ സഞ്ചരിച്ചത് ഏകദേശം 12 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവർ വന്നത്. അപ്പോൾ സഞ്ചരിക്കുമ്പോൾ ഇവർ പർദ്ദയിട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ് പർദ്ദയിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർദ്ദക്കിടയിലാണ് ഇവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ചത് എന്നുള്ള ഒരു CCTV ഫുട്ടേജൊക്കെ ഇപ്പം ഈ ഓൺലൈനിലൊക്കെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണം, ഏത് മേഖലയും എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ മുഖം കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഓസ്ട്രേലിയ കടക്കുകയാണ്. അതായത് നമുക്കറിയാം, ലോകത്തെ പല രാജ്യങ്ങളും, പല ഇസ്ലാമിക രാജ്യങ്ങളും, അതായത് മുസ്ലിം മെജോറിറ്റിയിലെ രാജ്യങ്ങൾ പോലും സെക്യൂരിറ്റി ത്രെട്ട് ഉള്ളത് കാരണം ഇപ്പം ജോർദാനിലെ പോലെ രാജ്യങ്ങളൊക്കെ അവിടെ പർദ്ദ ഒഫീഷ്യലി ബാൻ ചെയ്തിരിക്കുകയാണ്, അതായത് ഈ പബ്ലിക് പ്ലേസിൽ. അപ്പോൾ ഓസ്ട്രേലിയയും അങ്ങനെ ഒരു നീക്കം നടക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവിടെ ആന്റണി ആൽബനീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അയാളുടെ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുകയാണ്. അതായത് അമിതമായ ഇസ്ലാമിക പ്രീണനം, അതായത് വലിയ രീതിയിലുള്ള ഇസ്ലാമിക വൽക്കരണം ഓസ്ട്രേലിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരക്ഷരം പറയുന്നില്ല എന്നാണ് അവിടുത്തെ ഇയാളുടെ പാർട്ടിക്ക് അകത്ത് തന്നെ പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള എതിർപ്പ് അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം സിഡ്നിയിൽ അരങ്ങേറി. അതായത് ആ സമയത്താണ് അവിടുത്തെ മുസ്ലിങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ കയറിയിട്ട് ഇവന്മാരെ പൊതുരെ തല്ലി എന്നുള്ള കുറേ വീഡിയോയിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഓസ്ട്രേലിയയിൽ വലിയ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ വികാരം അലയടിക്കുകയാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം വേറെ ന്യൂസ് ഇവന്മാർ അടിച്ചിറക്കിയിട്ടുണ്ട്. അതായത് ഈ അക്രമികളിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ നിന്ന് വന്ന ഇന്ത്യൻ പാസ്പോർട്ടിലുള്ള ഒരാളാണ്. അപ്പോൾ ജൂതന്മാരെ ആക്രമിച്ചത് ഇന്ത്യക്കാരാണ് എന്നുള്ള നറേറ്റീവ് അവിടുത്തെ സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ അവിടുത്തെ ഓൺലൈനിലൂടെയൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന് വിഷയം മാറ്റാൻ വേണ്ടി, പ്രത്യേകിച്ച് പാകിസ്ഥാനാണ് ഇത് ചെയ്തതെന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സുഡാപ്പികളൊക്കെ ചേർന്നിട്ട് അത് ഇന്ത്യക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഒരു ഇന്ത്യ ഇസ്രയേൽ വിഷയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇരുട്ടടി എന്നോണം ഈ പബ്ലിക് പ്ലേസിൽ പർദ്ദ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഓസ്ട്രേലിയ നീങ്ങുന്നത്. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഓസ്ട്രേലിയൻ പൊളിറ്റിക്സിനെ സ്വാധീനിക്കുക എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആന്റണി ആൽബനീസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് പലതരത്തിലും ഈ സുഡാപ്പികളെ സുഖിപ്പിക്കുന്നതിന് പിന്നിൽ മറ്റ് ചില ഗൂഢലക്ഷ്യങ്ങൾ അയാൾക്കുണ്ട്. അയാളുടെ മകൻ നഥാൻ ആൽബനീസ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഒരു രാഷ്ട്രീയക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ഇയാൾക്ക് പല ഗൾഫ് രാജ്യത്തായാലും യൂറോപ്പിലെ പല രാജ്യത്തായാലും ആഫ്രിക്കൻ കൺട്രീസിലും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഹമാസിൻ്റെ ലീഡേഴ്സൊക്കെ ആയിട്ട് ചേർന്നിട്ടാണ് ഈ നഥാൻ ആൽബനീസ് എന്ന് പറയുന്ന അയാളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് ഈ ഹമാസിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ നഥാൻ ആൽബനീസ് വഴിയാണ് ആ ഫണ്ട് വരുന്നത് എന്ന് ഇപ്പോൾ എല്ലാം പകൽ പോലെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഓസ്ട്രേലിയ ഒരു വലിയ രീതിയിലുള്ള ഒരു മുസ്ലിം വിരുദ്ധ വികാരം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മറ്റു രാജ്യങ്ങളിൽ ഓൾറെഡി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളും ക്രിസ്മസ് സെലിബ്രേഷൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പല രാജ്യങ്ങളും. പക്ഷെ അവരൊക്കെ ഈ ജിഹാദികളെ പിടിച്ച്, ഇസ്ലാമിക തീവ്രവാദികളെ പിടിച്ച് ക്രിസ്മസ് ആഘോഷം പോലും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്രാൻസ് തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ക്രിസ്മസ് ആഘോഷം വലിയ രീതിയിൽ ക്രാക്കേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്, വളരെ ലളിതമായ രീതിയിൽ മാത്രം ചെയ്യുക. അതായത് ഇത്ര പോലും യൂറോപ്യൻ യൂറോപ്പിലെ ഒരു കാലത്ത് പവർ ഹൗസായിരുന്ന രാജ്യങ്ങൾ പോലും ഈ ഇസ്ലാമിക ജിഹാദികൾക്ക്, ഇസ്ലാമിക ആൾക്കാർക്ക് അഭയം കൊടുത്തിട്ട് അവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്നത്, പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഓസ്ട്രേലിയയും സംഭവിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ വലിയ രീതിയിൽ ഇങ്ങനെ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള ആൾക്കാർക്ക് അവിടുന്ന് സ്റ്റുഡൻസിനൊക്കെ വിസ കൊടുത്ത് അവിടുത്തെ PR കൊടുക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് പല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓസ്ട്രേലിയക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവഗണിച്ചു എന്നുള്ള ഒരു ചർച്ച ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ അതിരൂക്ഷമായ വിമർശനമാണ് ആന്റണി ആൽബനീസിൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള MP-മാരടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രതിഷേധം കെട്ടടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഇവർക്കെതിരെ ചെയ്തേ പറ്റൂ. ഇനി അധികകാലം ഈ ആന്റണി ആൽബനീസിനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നില്ല. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വലിയ രീതിയിലുള്ള, അതായത് ഈ മുസ്ലിംസിന് ഇനി PR കൊടുക്കരുത്, ഇവിടുന്ന് എല്ലാ സമസ്ത മേഖലയിൽ നിന്നും ഓടിക്കണം എന്നാണ് അവർ വാദിക്കുന്നത്. അതായത് നമ്മൾ UK-ലൊക്കെ കണ്ടില്ലേ, ഈ ടോമി റോബിൻസന്റെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം ഇപ്പോൾ UK-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുകയാണ്. UK ഏകദേശം ഓൾമോസ്റ്റ് ഈ ജിഹാദികൾ പിടിച്ചെടുക്കുന്ന രീതിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് വലിയൊരു ജനകീയ മുന്നേറ്റം ഇപ്പോൾ UK നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമാനമായ രീതിയിൽ ഓസ്ട്രേലിയയും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇവർക്കെതിരെ, അതായത് ജിഹാദികൾക്കെതിരെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആൻ്റണി ആൽബനീസിനെ തൻ്റെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി വല്ലതും ചെയ്തേ പറ്റൂ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ ന്യൂസുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് സ്ട്രിക്റ്റ് ആക്ഷൻ തന്നെ വേണം. അതായത് ഒരുപാട് ആൾക്കാരെ, അതായത് അനധികൃതമായിട്ട് ഈ അടുത്ത കാലത്ത് PR നേടിയ ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് വലിയ രീതിയിൽ ചെക്ക് ചെയ്യണം. അവർക്ക് IS കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു IS റിലേറ്റഡ് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നുള്ള രീതിയിൽ. അതായത് IS ആണ് ISൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് അവർ ഇവിടെ ബോണ്ടി ബീച്ചിൽ നടന്ന സംഭവം അരങ്ങേറിയെന്നാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻ്റണി ആൽബനീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. അപ്പോൾ എന്ത് തന്നെയായാലും ഈ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് ഈ പർദ്ദ പോലെയുള്ള കാര്യങ്ങൾ. നമ്മുടെ മുഖം തന്നെ മറച്ചിട്ടുള്ള പല കാര്യങ്ങളാണ്. ഒരു ഐഡൻറ്റി, ഒരു CCTV പോലും അവിടെ ഫെയിൽ ആവുകയാണ്. അത് ഫുൾ മുഖം മൂടിയിട്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഇന്ത്യയിൽ എന്തായിരുന്നു ബഹളം. അതായത് നമ്മുടെ ബീഹാറിൽ അവിടുത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഈ നിയമനം ഹാൻഡ് ഓവർ ചെയ്യില്ലേ, അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ വന്നു. ആ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ആ മുഖം മൂടിയത് അങ്ങനെ വലിച്ചു മാറ്റുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ചെയ്തതിൽ എന്താണ് തെറ്റ്? അപ്പോൾ അതിന് വലിയ രീതിയിൽ വിവാദമാക്കി. ഇത് ആണാണോ പെണ്ണാണോ ആരാണെന്ന് അറിയണ്ടേ, ഇത് മനുഷ്യനാണോ വേറെ എന്തെങ്കിലും ആണെന്ന് അറിയണ്ടേ അയാൾക്ക്. അപ്പോൾ അയാളത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ കോലാഹലങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും ഇത് വലിയ രീതിയിൽ ഇത് നേരത്തെ നടപ്പിലാക്കേണ്ടതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഒരാളും പബ്ലിക് പ്ലേസിൽ ഇറങ്ങരുത്. CCTV പോലും അവിടെ ഫെയിലാവും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണികളുണ്ട്. അപ്പോൾ ഇവിടെ ഈ തീവ്രവാദികളെ ബോണ്ടി ബീച്ചിൽ നടന്ന അറ്റാക്കിൽ നടന്ന ബാപ്പയും മകനും വന്നത് ആയുധങ്ങൾ ക്യാരി ചെയ്യാൻ അവർ ഉപയോഗിച്ചത് ഈ പർദ്ദ തന്നെയാണ്. പർദ്ദ ഇട്ടിട്ടാണ്, പർദ്ദക്കുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ഇവർ വന്നത് എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വീഡിയോസൊക്കെ ഇപ്പോൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിന് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പബ്ലിക് പ്ലേസിൽ പർദ്ദ നിരോധിക്കാൻ അവർ ഒരുങ്ങുന്നത്. അതുമാത്രമല്ല ക്രിസ്മസ് സെലിബ്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടും സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് പ്ലേസിൽ ഇത് നിരോധിച്ചതിൻ്റെ ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊരു ടെമ്പററി ആണോ അതല്ല പെർമനൻ്റ് ആണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് ആൻ്റണി ആൽബനീസിനെ നമ്മൾ ഒരിക്കലും നമ്പാൻ പറ്റില്ല. അതായത് ജിഹാദികളുടെ അടിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പല സ്വകാര്യ താല്പര്യങ്ങളും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ സായിപ്പന്മാർക്ക് എന്തായാലും ബോധമുദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ടെമ്പററി ഒരു നോട്ടിഫിക്കേഷനാണോ അല്ല പെർമനൻറ്റ് നോട്ടിഫിക്കേഷനാണോ എന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.